അപ്പോൾ അടി ചിയേഴ്സ്. നല്ല ചിക്കൻ കൊണ്ടുണ്ടാക്കിയ ഹൽവ കണ്ട. നമസ്കാരം, എല്ലാവർക്കും ഹിൽ ടോക്ക് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വ്യത്യസ്തമായിട്ടുള്ള കോഴിയിറച്ചി കൊണ്ടുള്ള ഒരു ഹൽവയാണ് കേട്ടോ ചെയ്യുന്നത്. ഹൽവ എന്നൊക്കെ കേൾക്കുമ്പോൾ എല്ലാവരും വിചാരിക്കും നല്ല മധുരമുള്ള അതല്ലേ. എന്നാൽ അതിനകത്ത് മധുരമൊന്നുമില്ല കേട്ടോ. നമുക്ക് വ്യത്യസ്തത പരീക്ഷിക്കണ്ടേ. അപ്പോൾ നമുക്ക് കോഴിയിറച്ചി കൊണ്ട് ഹൽവ ഉണ്ടാക്കി നോക്കാം. നമ്മുടെ കോഴിക്കോടൻ ഹൽവയാണ് ഹൽവകളിൽ പേര് കേട്ടത്. ആ കോഴിക്കോടൻ ഹൽവ മാറി നിൽക്കുന്ന നല്ല പൊളി ഐറ്റമായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. തീയൊക്കെ കത്തിച്ച് റെഡിയൊക്കെ ഉണ്ട്. വളരെ പരിശ്രമിച്ചാണ്. മഴയൊക്കെ പെയ്ത് നനഞ്ഞു കിടന്നിട്ട് തീയൊക്കെ കത്തിച്ച് പിടിപ്പിച്ച് ഒരു വിധത്തിലാണ്. അപ്പോൾ ഉരുളി വെച്ച് കൊടുത്ത് നമുക്ക് പരിപാടി തുടങ്ങാം. ഒരു ലേശ എണ്ണ അതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. സൺഫ്ലവർ ഓയിലാണ്. അപ്പോൾ എണ്ണയൊക്കെ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് കടുകം ഇട്ട് കൊടുക്കാം. കടുകൊക്കെ നന്നായിട്ട് ഇട്ടതെ പൊട്ടിത്തെറിച്ചു. അത്രയും നന്നായിട്ട് എണ്ണ ചൂടായിട്ടുണ്ട്. അതിനകത്തോട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. അയ്യവാ, ആ കറിവേപ്പില ഇടുമ്പോൾ ആ പൊട്ടിത്തെറിക്കുന്ന സൗണ്ട് കേട്ടാൽ മതിയല്ലോ. അടുത്തായിട്ട് കുറച്ച് വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ അതിലോട്ട് ഇട്ട് കൊടുക്കാം. ഒരു പച്ചമുളകെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഇപ്പോൾ കാന്താരിയാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. പച്ചമുളക് ഒരു 2 മതിയാവും. വെളുത്തുള്ളി ഒരു 4-5 അല്ലി, വലുതാണെങ്കിൽ ഒരു 4 അല്ലി മതി. നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാൻ. നമ്മൾ ഇട്ട് കൊടുത്ത വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ നന്നായിട്ട് ഇതിനകത്ത് മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലോട്ട് നമ്മൾ ഓൾറെഡി വറുത്ത് വെച്ചാണ് കേട്ടോ. കണ്ടോ, നല്ല ഗോൾഡൻ ഫ്രൈ ആക്കി വെച്ച നമ്മുടെ സബോളയാണിത്. അതുകൂടെ അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക. ഈ സബോള ഇട്ട് കഴിഞ്ഞിട്ട് ഒരുപാട് നേരം ഇട്ട് വഴറ്റേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം ഇത് ഓൾറെഡി നമ്മൾ ഒന്ന് വറുത്തെടുത്തതാണ്. അപ്പം ഇതെല്ലാം ഇതിനകത്തൊന്ന് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചാൽ മതി. അത് കഴിഞ്ഞിട്ട് ഇതിലോട്ട് ലേശം ഇതൊരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്. അത് 1 ടീസ്പൂൺ ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. 1 ടീസ്പൂൺ മതി, ഒരുപാടൊന്നും വേണ്ട. ഇപ്പോൾ നമ്മൾ 1 കിലോ ചിക്കനാണ് കേട്ടോ ചെയ്യുന്നത്. 1 കിലോ ചിക്കൻ. അപ്പോൾ അതിനകത്തേക്ക് 2 ടീസ്പൂൺ മുളക് പൊടി, സാധാ മുളക് പൊടിയാണ്, നമ്മൾ വീട്ടിൽ പൊടിച്ചെടുത്ത മുളക് പൊടിയാണ്. ഗരം മസാലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഇതെല്ലാം ഒറ്റയടിക്കാൻ ആഡ് ചെയ്തു, ഒരു കുഴപ്പമില്ല. ഒരു 2.5 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ. ഇതെല്ലാം കൂടി ഇട്ട് നല്ല രീതിയിലൊന്ന് ഇതിനകത്ത് ആ പച്ചമണമൊക്കെ മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇതിനകത്ത് ഒരുപാട് തീക്കകത്തിട്ട് ചെയ്യല്ലേ, തീ കുറച്ച് വെച്ചിട്ട് വേണം ചെയ്യാൻ. ഇനി നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കാം. ഉപ്പെന്ന് പറഞ്ഞാൽ ആവശ്യത്തിന് ഉപ്പ് വേണം എന്തായാലും. ഇനിയിപ്പോൾ നമ്മൾ ആ ഇറച്ചിയും കൂടെയൊക്കെ ഇടുമ്പോഴത്തേനും അതിനോട് ഉപ്പ് വേണ്ടേ. നമുക്കപ്പം ഇപ്പോൾ ഒരു 3 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് ബാക്കി ആ ഇറച്ചിയൊക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി ഇട്ട് കൊടുക്കാം. മതിയാ, മസാലയുടെ പച്ചമണമൊക്കെ നന്നായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ മണം ഇപ്പോൾ തന്നെ കിട്ടുന്നുണ്ട് നന്നായിട്ട്. നല്ല അടിപൊളി സ്മെല്ലായി. കോഴിയിറച്ചി നല്ല എല്ലില്ലാത്ത പീസ് നോക്കി കട്ട് ചെയ്തെടുത്ത് അരച്ചെടുത്തതാണിത്. അതായത് നമുക്ക് കടയിൽ മേടിക്കാൻ കിട്ടും എല്ലില്ലാത്ത കൂട്ട്. ഇതിപ്പോൾ ഞാൻ എല്ലുള്ളത് തന്നെ, ഇപ്പോൾ എല്ലുള്ളത് തന്നെ മേടിക്കാൻ കിട്ടുന്നില്ല. അപ്പോൾ എല്ലുള്ളത് ഇന്ന് ആ ഇറച്ചി കുറച്ച് മുറിച്ചെടുത്തതാണ്. ഇതിപ്പോൾ ഒരു 1 കിലോളം ഉണ്ട് കേട്ടോ. ഇത് നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇതിവിടെ ഇട്ട് കൊടുത്തേച്ച് നല്ല രീതിയിൽ ഇളക്കി ഇതുമായിട്ട് യോജിപ്പിക്കണം. ഏറ്റവും പണി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഏത് ഹൽവ തയ്യാറാക്കുകയാണെങ്കിലും ഏറ്റവും ഉള്ള പണി ഈ ഇളക്കലാണ്. ഇളക്കലിന് ഒരു മടിയും വിചാരിക്കരുത്. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേവരെ ലോകത്താരും ചെയ്തിട്ടില്ലാത്ത സാധനമാണ്. നമ്മൾ പുതിയതായിട്ട് കണ്ടുപിടിച്ച സാധനമാണ് ഇത്. അടിപൊളി സാധനമാണ്. ചെയ്ത് നോക്കാൻ പറ്റുന്നവർക്കെല്ലാം ചെയ്ത് നോക്കാം. കുറച്ച് മൈദ ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. ഒരു 1/4 കിലോ മൈദയേ ഉള്ളൂ. അതുകൂടെ ഇതിനകത്തോട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. മൈദ ഇടുന്നതെന്ന് പറഞ്ഞാൽ എങ്കിലേ ഇതൊന്ന് സെറ്റായി കിട്ടുള്ളൂ. മൈദ ഇട്ടില്ലെങ്കിൽ ഇപ്പോൾ ചിക്കൻ ചുമ്മാ ഇങ്ങനെ വിറവറാന്ന് കിടക്കും. ഇതിനകത്ത് വേറിട്ട് കിടക്കത്തേ ഉള്ളൂ. ഇതൊന്ന് എല്ലാം കൂടെ ഒന്ന് ഒത്തുചേർന്ന് വരണ്ടേ. മൈദയും കൂടി ഇട്ട് ഇതൊക്കെ ആയിട്ടൊന്ന് നന്നായിട്ട് മിക്സായി കഴിയുമ്പോൾ ഇതിലോട്ട് നമുക്ക് തേങ്ങാപ്പാലൂടെ ഒഴിച്ചു കൊടുക്കണേ. നമുക്കൊരു 1 ലിറ്റർ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കണം.
തേങ്ങാപ്പാൽ ഒഴിച്ച് നന്നായിട്ട് ഇളക്കണം. ഇളക്കി തേങ്ങാപ്പാൽ വറ്റിച്ചെടുക്കണം നമുക്ക്. ഉണ്ടോ, തേങ്ങാപ്പാൽ ഒഴിച്ചപ്പോൾ നല്ല കുഴമ്പ് രൂപത്തിലാവുന്നുണ്ടോ. അപ്പോൾ ഇനി നമുക്കിത് നല്ല തീ അത്യാവശ്യം ഇട്ട് ഇളക്കി കുറച്ച് നെയ്യൊക്കെ ഇടയ്ക്ക് ഒഴിച്ച് കൊടുത്ത് വേണം ഇതൊന്ന് ഹൽവയാക്കി എടുക്കാൻ. ഇതുപോലൊന്ന് ഇത് നല്ല രീതിയിൽ കണ്ടോ, ഇതുപോലെ ഒന്ന് കുറുകി വരുമ്പോൾ അതിലോട്ട് കുറച്ച് നെയ്യ് അങ്ങ് ഒഴിച്ച് കൊടുക്കാം. ഒരുപാട് വേണ്ട, പല പ്രാവശ്യമായിട്ട് ഒഴിച്ച് കൊടുത്താൽ മതി. ഇപ്പം ആദ്യത്തെ ആ ഒരു പ്രാവശ്യമായിട്ട് കുറച്ച് നെയ്യ് അങ്ങ് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഇളക്കൽ നിർത്തരുത്, ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, ഇത് കണ്ടോ അത്യാവശ്യം നല്ല രീതിയിൽ കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് നെയ്യും കൂടി ഇതിനകത്ത് ഒഴിച്ച് കൊടുക്കാം. നെയ്യ് ആവശ്യത്തിന് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് തോന്നുവാണ് ഇതിപ്പോൾ പാത്രത്തിലോട്ട് പിടിക്കുക, പാത്രത്തിൻ്റെ അടിയിൽ പിടിക്കുക എന്നൊക്കെ തോന്നുമ്പോൾ ഒഴിച്ച് കൊടുത്തേക്കാം നെയ്യ് അല്ലെങ്കിൽ നമ്മുടെ ഓയിലാണെങ്കിലും മതി കേട്ടോ. അപ്പം പാത്രത്തിൻ്റെ അടിയിൽ പിടിക്കരുത് ഒരിക്കലും. അപ്പോൾ അടിയിൽ പിടിക്കാതെ അങ്ങ് ഒഴിച്ച് കൊടുക്കണം. എന്നുവെച്ച് ഇളക്കിയാൽ മതി നല്ല രീതിയിൽ. ഇളക്കം ഒരിക്കലും നിർത്തല്ലേ. ഇപ്പോൾ കണ്ടോ അത്യാവശ്യം നല്ല രീതിയിൽ തിക്കായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഹൽവ ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതിലോട്ട് നമുക്ക് ലാസ്റ്റായിട്ട് നമ്മുടെ തേങ്ങാക്കൊത്ത് വറുത്തതും കൂടി ഇട്ട് കൊടുക്കാം. അത് കൂടുതലായിട്ട് ഇനി കശുവണ്ടിയോ അല്ലെങ്കിൽ മുന്തിരിയോ എന്ത് വേണേലും നമുക്ക് ഇട്ട് കൊടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഒരു ചിക്കൻ ഹൽവ ആയതുകൊണ്ട് തന്നെ ഞാൻ തേങ്ങാക്കൊത്താണ് ഇടുന്നത്. തേങ്ങാക്കൊത്ത് നല്ല കോമ്പിനേഷനാണ് ചിക്കൻ്റെ കൂടെ. നമ്മുടെ ഹൽവയൊക്കെ ഫുള്ള് തിക്കായി സെറ്റായി വന്നുണ്ടോ, അതിനകത്ത് എണ്ണയൊക്കെ ഇങ്ങനെ വേറിട്ട് വന്ന്. അപ്പോൾ ഇതിനെ നമുക്ക് പ്ലേറ്റിലോട്ട് മാറ്റാം. നമ്മുടെ സ്റ്റീൽ പ്ലേറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്, അതിലോട്ട് വേണം ഇതെടുത്ത് വെക്കാൻ. ആകുമ്പം കുഴപ്പമില്ല. അപ്പോൾ ഈ എണ്ണയൊക്കെ സെപ്പറേറ്റ് വന്നുകൊണ്ട് ഇതിനകത്തേക്ക് ഇനി നെയ്യൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. നമുക്കിത് അങ്ങോട്ട് കോരി ഇതിലോട്ട് ഇടാം. ഇതിൻ്റെ മണമുണ്ടല്ലോ, ഉണ്ടോ നമ്മുടെ ഹൽവ. ഇതിനിരുന്ന് ഒന്ന് സെറ്റായി വന്നാലേ ആ ഒരു ഹൽവയുടെ കൂട്ട് നമുക്ക് കട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇന്ന് ഈ പാത്രത്തിലേക്ക് ഒന്ന് ആക്കി കൊടുക്കാം. കൈ പൊള്ളുന്നുണ്ട്, താഴത്തോട്ട് വെക്കാം. നമ്മുടെ ടേബിളിലോട്ട് വെച്ചിട്ട് ഇതൊന്ന് എല്ലായിടത്തേക്കും ഒന്ന് പരത്തി കൊടുക്കാം. കണ്ടോ നല്ല അടിപൊളിയായിട്ട് പ്ലേറ്റിൽ സെറ്റായിട്ടുണ്ട്. ഇതിനിപ്പം ഇരുന്നൊന്ന് സെറ്റായി കഴിഞ്ഞിട്ട് വേണം നമുക്കിത് കട്ട് ചെയ്ത് പീസാക്കി എടുക്കാൻ. അപ്പോൾ നമ്മുടെ ഹൽവ നമുക്ക് ഈ ബോളിലോട്ട് മാറ്റി നോക്കാം എന്തായി അവസ്ഥ എന്ന്. സാധനം നല്ല സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഈ വാഴയിലയുടെ നടുക്കത്തെ ഈ സാധനം കണ്ടോ, അതുകൊണ്ടാണ് ഈ പൊങ്ങിയിരിക്കുന്നത്. അപ്പം നമുക്കിനി ഇത് കട്ട് ചെയ്ത് മാറ്റാൻ നൈസായിട്ട്. കണ്ടോ എന്നെ സോഫ്റ്റ് സാധനം നോക്കി, അടിപൊളി. ഇതാണ് ഐറ്റം. കാണുന്നുണ്ടോടാ? കാണുന്നുണ്ട്. അടിപൊളിയല്ലേ? പിന്നെ നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കുറച്ച് കട്ടൻ ചായ ഇതിലേക്ക് ഗ്ലാസ്സിലോട്ട് ഒഴിക്കാം. കട്ടൻ ചായ നമ്മുടെ ഹൽവയും കൂട്ടി കഴിക്കാം. നല്ല ടേസ്റ്റ് ആയിരിക്കും. നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. എല്ലാ ദിവസവും ചേട്ടയല്ലേ നോക്കുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ നോക്കിയിട്ട് നമ്മുടെ ആൾക്കാരുടെ അടുത്ത് എന്താണെന്ന് കറക്റ്റ് പറഞ്ഞു കൊടുക്കാം. പിന്നെ അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? നമുക്ക് ടേസ്റ്റ് ചെയ്യാം. ഇതാ ഹൽവ, നല്ല ചിക്കൻ കൊണ്ടുണ്ടാക്കിയ ഹൽവ. കണ്ട കഴിക്കാം. എന്താ കൊള്ളൂലേ? എന്താണിത്? എന്താണ്? നല്ല അടിപൊളി സാധനം ഇട്ടാ. ഞാൻ വെറുതെ വികാരം ഇട്ടതാണ്. പൊളിയായിട്ടുണ്ട്.
ആ ചിക്കൻ്റെ ഫീലൊക്കെ വരുമ്പോൾ നല്ല സൂപ്പറായിട്ടുണ്ട്, നല്ല ടേസ്റ്റ് വരുന്നുണ്ട്. സീരിയസ് ആയിട്ട്? ആ സത്യം. ആ ചിക്കൻ്റെ ഒരു ഫീല് നമുക്ക് ചവയ്ക്കുമ്പോഴേ നമ്മൾ ഹൽവ എന്നൊക്കെ പറയുമ്പോൾ ഇതല്ല നല്ല മധുരമുള്ളതല്ലേ പ്രതീക്ഷിക്കുക. ഇത് നല്ല എരിവും നല്ല ചിക്കൻ്റെ ടേസ്റ്റൊക്കെ ആയിട്ട് പൊളി സാധനം. കൊതിപ്പിക്കല്ലേ? വാ കഴിക്കാം. ചായ കുടിക്കട്ടെ. ഇഷ്ടപ്പെട്ടോ നിനക്ക്? എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഇത് ചായയുടെ ഒപ്പം കുടിക്കുമ്പോൾ നല്ല ഫീൽ വരുന്നുണ്ട്. അതെ, ആ അടിപൊളി. അപ്പം ഒരു പെർഫെക്റ്റ് സ്നാക്കാണ്. അപ്പോൾ പിന്നെ നമുക്ക് 4 മണിക്കൊക്കെ പൂശാൻ പറ്റിയ പൊളി സാധനമാണ്. അതെ അല്ലേ? അപ്പോൾ ഇന്നത്തെ ഹൽവ അടിപൊളിയായിരുന്നില്ലേ? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അടിപൊളി ഐറ്റമാണ് കേട്ടോ. നമ്മൾ ആദ്യമായിട്ട് ട്രൈ ചെയ്തതാണ്, പക്ഷേ പൊളി ഐറ്റമാണെന്ന് പൊളി ഐറ്റം. ചെയ്യാൻ പറ്റുന്നവർക്ക് തയ്യാറാക്കി നോക്കുക. അതേപോലെ നിങ്ങൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ ഇപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ സബ്സ്ക്രൈബ് മാത്രം ചെയ്താൽ പോരാ, തൊട്ടടുത്തുള്ളൊരു ബെല്ലൈക്കണില്ലേ, സബ്സ്ക്രൈബ് ചെയ്തവർ അതൊന്ന് ചെക്ക് ചെയ്യണേ. ആ ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ ആക്കി ഇടണം. അപ്പോൾ എങ്കിൽ മാത്രമേ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇതിലും മനോഹരമായിട്ടുള്ള മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.